നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. വർഗ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കുറഞ്ഞാൽ മത ജാതീയ ശക്തികൾ കൂടുതൽ കരുത്താർജിക്കുമെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം ബാബു പോൾ പ്രസ്താവിച്ച് CPI കൂത്താട്ടുളം ലോക്കൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ നടക്കുന്നത് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ്. ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അച്യുതമേനോൻ സർക്കാർ ഇക്കാര്യത്തിൽ നിർണായക പങ്കുവഹിച്ചതായും ബാബു പോൾ പറഞ്ഞു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അംബിക രാജേന്ദ്രൻ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KN സുഗതൻ, KN ഗോപി, മണ്ഡലം സെക്രട്ടറി ജിൻസൺ വി പോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി വിമൽ ചന്ദ്രൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AS രാജൻ, CN സദാമണി എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി ബിനീഷ് തുളസിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM ഷൈൻ സ്വാഗതം പറഞ്ഞു. ബിജോ പൗലോസിനെ ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. രീതിയിലാണ് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത്. ഇതുപോലെ തികഞ്ഞ ജനാധിപത്യ ബോധത്തോടുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ സംഘടനാ സമ്മേളനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ രണ്ടെണ്ണം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. അതിൽ മുഖ്യമായ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് തന്നെയാണ്, നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തന്നെയാണ്. രണ്ടാമത്തെ പാർട്ടി CPIM ആണ്. അവരുടെ സംഘടനാ സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏപ്രിൽ മാസം 2-ാം തീയതി മധുരയിൽ അവരുടെ 24ാമത്തെ പാർട്ടി കോൺഗ്രസ് വേദി ഒരുങ്ങുകയാണ്. നമ്മൾ സാധാരണ നിലയിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള സമ്മേളനങ്ങളുടെ കാലയളവിന് 6 മാസത്തെ വ്യത്യാസമുണ്ട്. ആ 6 മാസക്കാലത്തിനിടയിൽ നടക്കുന്ന വിവിധ പ്രക്രിയയിലൂടെ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനം നേതൃത്വത്തെ ജനാധിപത്യപരമായി തീരുമാനിക്കുന്നു എന്നത് മാത്രമല്ല, രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് ഉൾപ്പെടെ തീരുമാനിക്കുന്നതിൽ പാർട്ടി അണികൾക്കുൾപ്പെടെ പൊതുസമൂഹത്തിനുൾപ്പെടെയുള്ള അഭിപ്രായ രൂപീകരണത്തിനുള്ള സാധ്യതകൾ കൂടി വഴിവെക്കുന്ന ഒന്നാണ്. സോവിയറ്റ് യൂണിയനിലെ മോസ്കോയിൽ ചേർന്ന 83 രാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനമാണ് 2 സുപ്രധാനമായ പ്രമേയങ്ങൾ അംഗീകരിക്കുന്നു. അതിലൊന്ന് സമാധാനപരമായ സഹവർത്തിത്വം എന്നതായിരുന്നു. 2 ലോകമഹായുദ്ധങ്ങൾ നാം കണ്ടു. ലക്ഷോപലക്ഷം മനുഷ്യർ മരിച്ചു വീഴുന്നു. ഇനിയുടെ യുദ്ധവും ലോകത്ത് പാടില്ല. എല്ലാ രാഷ്ട്രങ്ങളും സഹകരിച്ച് സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ പ്രമേയം സമാധാനപരമായ പരിവർത്തനം എന്നതായിരുന്നു.
ആയുധമെടുത്തുള്ള വിപ്ലവമല്ല, സായുധ കലാപമല്ല വേണ്ടത്. തൊഴിലാളി വർഗത്തെയും ബഹുജനങ്ങളെയും ആകെ അണിനിരത്തി ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലെത്തി സോഷ്യലിസ്റ്റ് ഭരണക്രമം സ്ഥാപിക്കുന്നു. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.